ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് അലർജി ആസ്മയെക്കുറിച്ചാണ്. ഞാൻ യോഗ തെറാപ്പിസ്റ്റ് സിദ്ദീഖ് യൂസഫ്. ഒരുപാട് ജനങ്ങൾ അലർജി കൊണ്ടും ആസ്മ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ മഞ്ഞ് സീസണുകളിൽ, തണുപ്പ് കാലഘട്ടങ്ങളിൽ സാധാരണയായി ലങ്സിന് ചുരുക്കം സംഭവിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും അലർജിയും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ മറ്റ് പല കാരണങ്ങളും ഇതിന് വരാറുണ്ട്. അതിന് യോഗ തെറാപ്പിയിലൂടെ ചില ബ്രീത്തിങ് എക്സസൈസ് ആസനങ്ങളിലൂടെ നമുക്ക് എങ്ങനെ പരിഹാരമാർഗം തേടാമെന്ന് പരിശോധിക്കാം. ആസ്മ അലർജിക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസാണിത്. യോഗ തെറാപ്പിയിലെ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസാണ്. നമ്മൾ ആദ്യമായിട്ട് ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ബ്രീത്തിങ് എടുത്തിട്ട് ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇത് 10 കൗണ്ട് ആവർത്തിക്കുക. അതിനുശേഷം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്യുക. ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്ത് ഔട്ട്. ഇതും 10 കൗണ്ട് ആവർത്തിക്കുക. അതിനുശേഷം സ്ലോവിൽ ഹെഡ് റൊട്ടേറ്റ് ചെയ്യുക. 10 കൗണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യട്ടെ. 10 കൗണ്ട് ആവർത്തിക്കണേ. ഇങ്ങനെ റിവേഴ്സും ചെയ്യുക 10 കൗണ്ട്. ശ്രദ്ധിക്കുക, വളരെ സ്ലോവിൽ ചെയ്യണം. കഴുത്തിൻ്റെ എക്സസൈസ്. റിലാക്സ് ചെയ്യുക. അതിനുശേഷം കൈകൾ ഇവിടെ ബാക്കിൽ വെച്ചിട്ട് ബ്രീത്തിങ് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഹാൻഡ് ക്ലോസ് ചെയ്യാം. സ്റ്റാർട്ട്. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. അതും 10 കൗണ്ട് മുതൽ 20-30 ആവർത്തിക്കുക. അതിനുശേഷം കൈകൾ എൽബോ റൊട്ടേറ്റ് ചെയ്യുക. ലങ്സിന് വികാസം സംഭവിക്കാനും ലങ്സിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനുമാണ്. ഇതും 10 കൗണ്ട് ആവർത്തിക്കുക. റിവേഴ്സും ചെയ്യുക 10 കൗണ്ട്. റിലാക്സ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർജാരാസനാണ്. യോഗ തെറാപ്പിയിലെ നമ്മുടെ ലങ്സിന് എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആസനമാണ് മാർജാരാസനം. ഇതേപോലെ നിൽക്കുക. എന്നിട്ട് ബ്രീത്തിങ് എടുക്കുക. ബ്രീത്ത് ഔട്ട്. നമ്മുടെ പൂഞ്ഞ ഇങ്ങനെ പൊങ്ങി നിൽക്കുക. വയറിൻ്റെ ഭാഗം. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വീണ്ടും ബ്രീത്തിങ് എടുക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ഇതും 10 മുതൽ അതിൻ്റെ മേലോട്ട് കൗണ്ടിങ് വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനാണ്. ശ്രദ്ധിക്കുക. കമിഴ്ന്ന് കിടന്നതിന് ശേഷം ഒരു ബ്രീത്തിങ് എടുക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്യുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, വീണ്ടും ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതും 10 തവണ 10 കൗണ്ട് ആവർത്തിക്കട്ടെ. ഓക്കെ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ധനുരാസനാണ്. ചിലപ്പം എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്ന അത്ര ബെൻഡ് ചെയ്ത് കൊടുക്കട്ടോ. കഴിയുന്ന മാതിരി ചെയ്താൽ മതി. കമിഴ്ന്ന് കിടന്നതിന് ശേഷം നമ്മുടെ ലങ്സിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി വലത് കൈ കൊണ്ട് വലത് കാല് ക്യാച്ച് ചെയ്യുക. ഇടത് കൈ കൊണ്ട് ഇടത് കാല് ക്യാച്ച് ചെയ്തതിന് ശേഷം ഒരു ബ്രീത്തിങ് എടുത്തിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്യുക. ലെഗും റിലാക്സ് ചെയ്യുക. ഓക്കെ. സ്റ്റാർട്ട്. ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫുള്ള് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, breathing up, breathe out,
ഇനി റിവേഴ്സ്. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതും 10 കൗണ്ട് ആവർത്തിക്കട്ടെ. ഓക്കെ, റെഡി. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപാലഭാതി പ്രാണായാമമാണ്. ചിന്മുദ്രയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ബ്രീത്തിങ് എടുത്ത് ബ്രീത്ത് ഔട്ട്. റിലാക്സ്. അടുത്തതൊരു ബ്രീത്തിങ്ങും കൂടി. വലത് കൈ നമ്മുടെ പൊക്കളിൻ്റെ മുകളിൽ വെച്ച് ഇടത് കൈ നെഞ്ചിലും വെക്കുക. എന്നിട്ട് വയറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തത് ബ്രീത്തിങ് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് അപ്പ്, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് പതുക്കെ. വയറിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്തിങ്, വയറുകൊണ്ട് ബ്രീത്തിങ് എടുക്കുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. ആദ്യം ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഒരു 3 സെക്കൻഡ് 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തിട്ടതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യട്ടോ. സ്ലോവിൽ ഔട്ട് ചെയ്യണേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസ് കൂടിയാണ്. അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുക. സ്റ്റാർട്ട്. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നമ്മൾ 1:2 അനുപാതത്തിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യട്ടോ. അനുലോമ വിലോമ പ്രാണായാമം. അതിനുശേഷം നമ്മൾ ഇനി ശവാസനാണ് ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ശവാസനത്തിൽ കിടന്ന് ബ്രീത്തിങ് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. സാവധാനം ഔട്ട് ചെയ്യുക. അങ്ങനെ ഒരു 10 കൗണ്ട് ആവർത്തിക്കട്ടെ. ഇൻഹെയിൽ അപ്പ്, എക്സേൽ, ഇൻഹെയിൽ അപ്പ്, എക്സേൽ, റിലാക്സ്. ഓക്കെ, നമ്മൾ ആസ്മ അലർജിക്ക് വേണ്ടി ചെയ്ത ആസനങ്ങളും ബ്രീത്തിങ് എക്സസൈസുകളും 10ൽ കുറയാത്ത കൗണ്ടിൽ നമ്മൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലങ്സിന് പവർ വരുത്തുക. അതായത് ഇപ്പോൾ നമ്മൾ ഇനി ആസ്മയുടെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി മഞ്ഞ് കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലങ്സിന് ഇമ്മ്യൂണിറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആസ്മയെ പ്രതിരോധിക്കാനും നമുക്ക് മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ മരുന്നിനോട് കൂടി നമ്മൾ ബ്രീത്തിങ് എക്സസൈസുകൾ കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അതോടുകൂടി ആസ്മയിൽ നിന്നും അലർജിയിൽ നിന്നും നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുകയും ചെയ്യും. ഓക്കെ, താങ്ക്സ്.